നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ പുതിയ തലങ്ങളിലേക്ക്. ലഹരി വലയിലെ വിതരണ ശൃംഖലകളെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് മുഖ്യമായി ലക്ഷ്യം വെച്ചത്. 4146 കേസുകൾ, 4471 അറസ്റ്റുകൾ. ഇപ്പോഴിതാ ഈ വിതരണ ശൃംഖലയിൽ നിന്ന് മാഫിയ തലവന്മാരിലേക്ക് അന്വേഷണം പടരുന്നു. ലഹരി വിരുദ്ധ വേട്ടയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ DGP മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു. മയക്കുമരുന്ന് മാഫിയയുടെ അന്താരാഷ്ട്ര കണ്ണികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചുവെന്നാണ് DGP വ്യക്തമാക്കിയത്. തുടരന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്ന് DGP പറഞ്ഞു. ലഹരിക്കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തി. ഇതിനുവേണ്ടി മറ്റ് സംസ്ഥാനങ്ങളുടെ ഏകോപനവും ഇനി അനിവാര്യമാണ്. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന്റെ പ്രധാന കേന്ദ്രം ബംഗളൂരു. മസ്കറ്റിൽ നിന്ന് ലഹരി വലിയ തോതിൽ ബംഗളൂരുവിലേക്ക് കടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു പോലീസ്. ആന്ധ്ര, ഒറീസ അതിർത്തിയിൽ നിന്നാണ് കഞ്ചാവ് മുഖ്യമായി കേരളത്തിലെത്തുന്നത്. തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് മാഫിയകളുമായി പ്രതികൾക്കുള്ള ബന്ധം ഇപ്പോൾ വ്യക്തമായി. അറസ്റ്റിലായ 4471 ആളുകൾ. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കേരളം എത്രമാത്രം ഭയാനകമായ അപകടസ്ഥിതിയിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ഈ കേസുകൾ. ലഹരി മാഫിയ അത്ര ശക്തമായി കേരളത്തിൽ പിടിമുറുക്കിയിരുന്നു. നഗര കേന്ദ്രീകൃതമായ കോമ്പിംഗ് ഓപ്പറേഷനുകൾക്ക് ഇപ്പോൾ ശക്തമായ തുടക്കം കുറിച്ചിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ. ഇന്നലെ കൊച്ചിയിലായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ നടത്തിയ റെയ്ഡുകൾ. സ്പെഷ്യൽ ഡ്രൈവിൽ എറണാകുളം റൂറൽ ജില്ലയിലാകെ 80 കേസുകൾ, 85 പേർ അറസ്റ്റിലായി. 2.45 ഗ്രാം MDMA, 115.13 ഗ്രാം കഞ്ചാവ്, 20 കഞ്ചാവ് ബീഡി, 5.02 ഗ്രാം ഹെറോയിൻ, 5.34 ഗ്രാം ഹാഷിഷ് എന്നിവയൊക്കെ പിടിച്ചെടുത്തു. ലഹരി മരുന്ന് കൈവശം വെച്ചതിന് 40 കേസുകളിലായി ഇന്നലെ 40 പേരെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വാഹനങ്ങൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ശക്തമായ പരിശോധന. എറണാകുളത്തിന് സമാനമായ തലത്തിൽ മറ്റ് നഗരങ്ങളിലും ശക്തമായ പരിശോധനയ്ക്ക് ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ തീരുമാനമെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡുകളിൽ ഇനി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേരിട്ടുള്ള ഇടപെടൽ. അന്യസംസ്ഥാന തൊഴിലാളികളടക്കം വലിയൊരു സംഘം കേരളത്തിൽ ലഹരി കച്ചവടത്തിനായി തമ്പടിച്ചിട്ടുണ്ട് എന്ന് ആഭ്യന്തര വകുപ്പ് തിരിച്ചറിഞ്ഞു. ലഹരി സംഘാംഗങ്ങളുമായി ബന്ധപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. ഹോം സ്റ്റേകളും ലോഡ്ജുകളും മറ്റ് സംശയകരമായ പെട്ടിക്കടകളുമൊക്കെ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൂടി നിരീക്ഷണത്തിലാണ്. കേരളം നടുങ്ങുന്ന ചില അറസ്റ്റുകൾ 2 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ബംഗളൂരുവിൽ നിന്ന് MDMAയുമായി കേരളത്തിലേക്ക് പുറപ്പെട്ട വലിയ സംഘത്തെ ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. 5 പേരടങ്ങിയ ഈ സംഘത്തിൽ 2 സ്ത്രീകൾ, ഒരു അനസ്തേഷ്യ ടെക്നീഷ്യൻ അടക്കം യുവാക്കളും യുവതികളുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. 2 സ്ത്രീകളും അവരുടെ രഹസ്യഭാഗത്താണ് MDMA ഒളിപ്പിച്ചു വെച്ചത്. ഡാൻസാഫിന്റെ പരിശോധനയിൽ ഇവ കണ്ടെടുത്തു. ഇന്നലെ ഷൊർണൂരിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ നടത്തി. ഇതിൽ 17 ഗ്രാം MDMAയുമായി ഒരു യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ജില്ലയിൽ പിടികൂടിയതിൽ ഏറ്റവും കൂടുതൽ അളവിലാണ് MDMA ഷൊർണൂരിൽ നിന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ ലഹരി നാട്ടിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളായ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ആഷിഖ്, പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിനി ഷാജിറ എന്നിവരാണ് ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ വലയിൽ വീണത്. ലഹരി ഇടപാടിനാണ് എന്ന് സംശയം തോന്നാതിരിക്കാൻ യുവതിയെ കൂടെ കൂട്ടി ലോഡ്ജിൽ ഇയാൾ താമസമുറപ്പിച്ചു. പിടിയിലാവുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപും ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നു. പെട്ടെന്ന് പിടിയിലാവാതിരിക്കാൻ വാട്സാപ്പിലൂടെ മാത്രമാണ് ഇടപാടുകാരുമായുള്ള ബന്ധം. കൊച്ചിയിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തി ജോലിക്കും പഠനത്തിനുമായി അവിടെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന ഏകദേശം 250ഓളം പെൺകുട്ടികൾക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു. ഇവരിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇവർക്ക് ലഹരി മരുന്നുകൾ വിതരണത്തിനായി നൽകിയിരുന്നവർ ഇപ്പോൾ കൂട്ടത്തോടെ മുങ്ങി. മറ്റ് രാജ്യത്ത് നിന്ന് കേരളത്തിൽ വന്ന് താമസിച്ചിരുന്ന മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നവരൊക്കെ ഇപ്പോൾ സ്ഥലം വിട്ടു. പലരും കൂട്ടത്തോടെ കേരളം വിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനയ്ക്ക് ഓപ്പറേഷൻ തൂഫാൻ ടീം
തീരുമാനമെടുത്തു. രാത്രി സമയങ്ങളിൽ പ്രധാന പാതകളുടെ വശങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില പെട്ടിക്കടകൾ, അത്തർ, സ്പ്രേ തുടങ്ങിയ സാധനങ്ങൾ വിൽപ്പന, ഇവരൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. പലരുടെയും ലക്ഷ്യം ലഹരിമരുന്ന് വിൽപ്പന തന്നെ. അതിന് മറയായി ഇത്തരം ചെപ്പടി വിദ്യകൾ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ്. ലഹരിമരുന്നിന്റെ വലിയൊരു വിൽപ്പന കേന്ദ്രമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കള്ളുഷാപ്പുകളാണ്. കള്ളുഷാപ്പുകളിൽ എക്സൈസിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധനയും ഉണ്ടാകും. കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ ആഭ്യന്തരമന്ത്രി തീരുമാനമെടുത്തു. പെരുമ്പാവൂരിലും തിരുവല്ലയിലുമൊക്കെ ഹിന്ദിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളോട് ഒരു മുന്നറിയിപ്പ് നൽകാൻ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് സ്ഥലം കാലിയാക്കിയ മയക്കുമരുന്ന് കണ്ണിയിൽപ്പെട്ട മാഫിയ തലവന്മാർ ഇനി ഇങ്ങോട്ടേക്ക് കാലുകുത്തരുത്. അഥവാ ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ അവർ ശ്രമിച്ചാൽ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ അവർ അറസ്റ്റിലാകും. ചില ചെറിയ ബോട്ടുകളിൽ തീരപ്രദേശത്ത് കറങ്ങി നടക്കുന്നവരും കനത്ത ജാഗ്രതയിലാണിപ്പോൾ. എപ്പോൾ വേണമെങ്കിലും തങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന ഭീതി. മുൻപും കേരളത്തിൽ ഇവിടുത്തെ പോലീസും സംവിധാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. എന്നാൽ ആർജവമുള്ള ഒരു ഭരണ നേതൃത്വമുണ്ടായാൽ മാത്രമേ ഇത്തരം ലഹരിമരുന്ന് സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. മിക്ക സ്ഥലങ്ങളിലും ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് തലതൊട്ടപ്പന്മാരായി പ്രവർത്തിക്കുന്നത് പാർട്ടി ബന്ധമുള്ളവരാണ്. സാധാരണഗതിയിൽ അവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കാനൊന്നും പോലീസ് ധൈര്യം കാട്ടാറില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഏത് വാഹന പരിശോധന നടത്തിയാലും പോലീസ് ഉദ്യോഗസ്ഥർ ഭയപ്പെടേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. പോലീസിന് കൂടുതൽ വിപുലമായ അധികാരവും അദ്ദേഹം കൈമാറിയിരിക്കുന്നു. സ്കൂളുകളോടനുബന്ധിച്ച് നിരവധി ലഹരി കച്ചവടക്കാർ പ്രവർത്തിക്കുന്നതിന്റെ വിവരവും ഓപ്പറേഷൻ തൂഫാന് ലഭിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികൾക്ക് വിൽക്കാനുള്ള മിഠായി എന്ന പേരിൽ ലഹരി മിഠായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി പോലീസ് പിടിച്ചിരുന്നു. ശക്തമായ നീക്കങ്ങൾ, മയക്കുമരുന്ന് കണ്ണികളെ കൂടുതൽ തകർത്തെറിയാനുള്ള നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പ്രകടിപ്പിക്കുന്നത്. പോലീസ് ഒരുമയോടെ ഒരൊറ്റ ടീമായി ഓപ്പറേഷൻ തൂഫാനിൽ നീങ്ങുന്നു. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ടീമിനെ ഒറ്റുകൊടുത്താൽ, ലഹരി സംഘാംഗങ്ങളുമായി ബന്ധമുറപ്പിച്ചാൽ അപ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അവരെ തൂക്കിയിരിക്കും. ഈ ഭയം പോലീസ് ഉദ്യോഗസ്ഥരിലും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.